ചങ്ങരകുളത്ത് മരിച്ചുപോയ വ്യക്തിയുടെ പേരിൽ സാമൂഹ്യ പെൻഷൻ തട്ടിയെടുത്തതായി പരാതി. വിവരാവകാശ രേഖയിലാണ് 2020 സെപ്റ്റംബർ മാസം വരെ പെൻഷൻ തുക കൈപ്പറ്റിയതായി കണ്ടെത്തിയത്. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിൽ താമസിക്കുന്ന പെരിഞ്ചിരിയിൽ അബ്ദുള്ള എന്ന വ്യക്തിയുടെ പേരിലുള്ള പെൻഷനാണ് ഇദ്ദേഹം മരിച്ചുപോയതിനു ശേഷവും വീട്ടുകാർ പോലും അറിയാതെ പെൻഷൻ വിതരണം ചെയ്ത വ്യക്തി തട്ടിയെടുത്തത്. അബ്ദുള്ള മരിച്ചതിനു ശേഷം ഇദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള രജിസ്റ്റർ സമയബന്ധിതമായി ചെയ്തിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് 2019 പെൻഷൻ വിതരണം ചെയ്തിരുന്ന വ്യക്തി പിന്നീട് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയും മരിച്ച അബ്ദുള്ളയുടെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വാർഡ് മെമ്പറെ സമീപിച്ചെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ പെരുമുക്കിലെ പൊതുപ്രവർത്തകരെ സമീപിക്കുകയും പ്രസ്തുത സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ആലങ്കോട് പഞ്ചായത്തിൽ പോയ സമയത്താണ് ചില സംശയങ്ങൾ തോന്നുകയും അങ്ങനെ വിവരാവകാശ നിയമപ്രകാരം മരിച്ച അബ്ദുള്ളയുടെ പെൻഷൻ 2020 സെപ്റ്റംബർ മാസം വരെ പെൻഷൻ തുക കൈപ്പറ്റിയതായി അറിയുന്നത്. മരിച്ചുപോയ ആളുകളുടെ പേരിൽ പെൻഷൻ തട്ടിയെടുക്കുന്ന ഒരു രീതി നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 2019 വരെ ഞങ്ങൾ പെരുമുക്ക് 18-ാം വാർഡില് പെൻഷൻ വിതരണം ചെയ്തിരുന്ന നിലവില് പെരുമുക്ക് 18-ാം വാർഡിലെ മെമ്പറായിട്ടുള്ള ഹക്കീം പെരുമുക്കാണ്. 2019 വരെ 20 വരെ 20ലാണ് നമ്മുടെ ഇലക്ഷൻ ഡിക്ലറേഷൻ വരുന്നത് പറഞ്ഞ ആള് സ്ഥാനാർത്ഥി എന്നുള്ളത്. അപ്പൊ 2019 ഡിസംബർ 17-ാം തീയതിയാണ് ഈ അബ്ദുള്ള എന്ന ആള് മരിക്കുന്നത്. ആ മരിച്ച ശേഷം ഈ പറഞ്ഞ പോലെ അവര് ഇതിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പിന്നീട് സമീപിച്ചത് വാർഡ് മെമ്പറെയാണ്. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നീട്ടിക്കൊണ്ട് പോവുകയും നമ്മൾ ഈ പത്രസമ്മേളനം നടക്കുന്ന സമയം വരെ അവർക്കത് ലഭിച്ചിട്ടില്ല. പിന്നീട് അവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആയിട്ട് അവർ ബന്ധപ്പെടുകയും പഞ്ചായത്തിലെ ഡെത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് ചെന്നപ്പോൾ ചില സംശയങ്ങൾ തോന്നുകയും അപ്പൊ അതൊന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അവിടെ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ അപേക്ഷ കൊടുത്തു. ആ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടിയിൽ 2020 സെപ്റ്റംബർ വരെ അബ്ദുള്ള എന്ന ആള് മരിച്ചുപോയ വ്യക്തിക്ക് പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരുടെ വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരം അങ്ങനെ ലഭിച്ചതായിട്ട് അവർക്ക് അറിയില്ല. മാത്രമല്ല 2000 സെപ്റ്റംബർ മാസത്തില് ഇദ്ദേഹം മെമ്പറായതിന്റെ സമയത്ത് വേറൊരു പെൺകുട്ടിയാണ് പെൻഷൻ വിതരണത്തിന്റെ ചുമതല ഏറ്റെടുത്തത്. ആ സമയത്ത് ആ കുട്ടിയായിരിക്കാം അവരെ വിളിച്ചപ്പോ ഇങ്ങനെ പെൻഷൻ വന്നിട്ടുണ്ടെന്ന് മരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അവർ വിവരങ്ങൾ അറിയുന്നത്. അപ്പോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെ ഇതുപോലെ കുറെ ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയിട്ട് ബാങ്കും ബന്ധപ്പെട്ട ആളുകളും കൂടി ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിട്ട് അതങ്ങനെ ഒതുക്കി കളയുകയാണ് ചെയ്തത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെയും ചങ്ങരംകുളം സർവീസ് സഹകരണ ബാങ്കിൽ പെൻഷനുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും എന്നാൽ ഒതുക്കി തീർക്കുകയാണ് ഉണ്ടായതെന്നും ഇവർ ആരോപിച്ചു. മാത്രമല്ല 18-ാം വാർഡ് മെമ്പറായ ഹക്കീം പെരുമുക്കാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നും ഇവർ ആരോപിക്കുന്നു. ഇയാൾ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയാണെന്നും ജനപ്രതിനിധിയുടെ കുപ്പായമിട്ടുകൊണ്ട് തട്ടിപ്പ് നടത്തുന്നവരെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടുകയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ചങ്ങരംകുളം സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പ് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിലും സംസ്ഥാന സഹകരണ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും DGPക്കും രജിസ്ട്രാർക്കും പരാതി നൽകുമെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത CPM എടപ്പാൾ ഏരിയ കമ്മിറ്റി മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ആരിഫ നാസർ, ആലങ്കോട് LC മെമ്പറും പെരുമ്പടപ്പ് ബ്ലോക്ക് മെമ്പറുമായ കരുണാകരൻ പെരുമുക്ക് എന്നിവർ പറഞ്ഞു. NCV ന്യൂസ്, ചങ്ങരംകുളം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.